ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു ഫ്രൈഡേ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് വെള്ളിയാഴ്ച സ്പെഷ്യലായിട്ട് ഞാൻ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ഫ്ലോപ്പ് ആവാണ്ട് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ബീഫ് ബിരിയാണി തയ്യാറാക്കുന്നതെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു റെസിപ്പി നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കൂ കേട്ടോ. ഇപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും തന്നെ കുറ്റം പറയാത്ത ഒരു അടിപൊളി ബിരിയാണി നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്നിപ്പോൾ ഞാൻ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് വെള്ളിയാഴ്ച മക്കൾക്ക് സ്കൂളുള്ള ദിവസമായതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ആക്കാനുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചോറൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല, പകരം കുറച്ച് ദോശയും ചുട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചപ്പാത്തി ആക്കി അതിലേക്ക് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി. അപ്പോൾ ആ മക്കളുടെ ലഞ്ച് ബോക്സ് ഫില്ല് ചെയ്യാനുള്ള ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നത്. ലഞ്ച് ബോക്സിൽ ഞാൻ അവർക്ക് ചപ്പാത്തിയാണ് ആക്കുന്നത്. പിന്നെ രാവിലെ ചായൻ്റെ കടിയായിട്ട് ദോശയും കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ചില ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അവർ ലഞ്ചിനും കഴിക്കുക. നല്ല ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ലഞ്ചിനും കൂടെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 ഐറ്റം ഉണ്ടാക്കാറുണ്ട്. പിന്നെ ചോറ് കഴിക്കണേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം അവർക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചായൻ്റെ കടികളാക്കി കൊടുക്കുന്നതാണ് കേട്ടോ. സ്നാക്സ് ബോക്സിൽ ഞാൻ മാങ്ങ കട്ട് ചെയ്തിട്ടുള്ളതും കൂടെ ഈ ഒരു ബിസ്ക്കറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബിസ്ക്കറ്റ് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ 50-50 ഇത് ടേസ്റ്റ് ഒരു സാൾട്ടി ഫ്ലേവറാണ്, മധുരമല്ല, നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ മാങ്ങയും ബിസ്ക്കറ്റുമാണ് ഇന്ന് സ്നാക്സിന് ഞാൻ കൊടുത്തു വിടണത്. സോനുവിന് ചപ്പാത്തി വേണ്ട ലഞ്ചിന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവനക്ക് ദോശയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. പിന്നെ അതാ ഗ്രീൻ പീസ് കറിയും റെഡി ആയിട്ടുണ്ട്. തേങ്ങ അരക്കാത്ത ഗ്രീൻ പീസ് മസാലക്കറിയാണ് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്, പക്ഷെ ചൂടാറി കഴിയുമ്പോഴേക്കും നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഇവിടെ തേങ്ങ അരച്ച ഗ്രീൻ പീസ് കറിനോടൊന്നും ആർക്കും വലിയ താല്പര്യമില്ല കേട്ടോ. വെള്ളിയാഴ്ച മദ്രസ ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് അധികം ടൈം ഉറങ്ങാൻ കിട്ടണത് ഉറങ്ങി മുതലാക്കി. അവസാനം അവരുടെ ബസ് മിസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ ഇവരെ സ്കൂളിൽ കൊണ്ടാക്കണം. ഇപ്പോൾ ഉപ്പച്ചി വന്നേ പിന്നെ നൈഷക്കുട്ടിക്ക് സ്കൂൾ ബസ്സിൽ പോകാനൊന്നും വലിയ താല്പര്യമില്ല. ഡെയിലി ഉപ്പച്ചി ഇങ്ങനെ കാറിൽ കൊണ്ടാക്കി കൊടുത്താൽ മതി എന്നാണ് അവളുടെ ആഗ്രഹം. ആനിക്കുട്ടിക്ക് നേരെ തിരിച്ച് ബസ്സിൽ പോകാൻ തന്നെയാണ് കേട്ടോ ഇഷ്ടം. കാരണം അതാവുമ്പോൾ അവൾക്ക് അവളുടെ ഫ്രണ്ട്സിനെ കുറച്ചും കൂടെ നേരത്തെ കണ്ടുകൂടെ, എല്ലാവരുടെയും കൂടെ യാത്ര ചെയ്യാനാണ് ആനിക്കുട്ടിക്ക് ഇഷ്ടം. അങ്ങനെ സ്കൂളിലെത്തിയപ്പോഴേക്കും സമയം 10 മണി ആയിട്ടുണ്ട്. സോനു പെട്ടിലായതുകൊണ്ട് തന്നെ അവനക്ക് രാവിലെ 9:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അനുവിനും നൈഷുവിനൊക്കെ 10 മണിക്ക് തന്നെയാണ് തുടങ്ങുക. അപ്പോൾ സ്കൂളൊക്കെ ബെല്ലടിച്ച് കൂടിയിട്ടുണ്ട്. അങ്ങനെ മക്കളൊക്കെ ക്ലാസ്സിലാക്കിയതിന് ശേഷം പിന്നെ നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. അവരുടെ സ്കൂള് ചെറിയൊരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകണ ആ ഒരു വഴിയൊക്കെ കാണാൻ ഭയങ്കര ഒരു ഭംഗിയാണ്. പിന്നെ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് എല്ലായിടത്തും വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയം അതൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെയാണ് കേട്ടോ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ബിരിയാണി തയ്യാറാക്കണം. മിക്കവാറും എല്ലാ വെള്ളിയാഴ്ച നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ചും ഇക്കുള്ള ടൈമിൽ എല്ലാ വെള്ളിയാഴ്ചയും എന്തെങ്കിലുമൊക്കെ ആക്കണം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ 1 കിലോ ബീഫ് വെച്ചിട്ടാണ് ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ചെറിയ സൈസിലുള്ള സവാള ആയതുകൊണ്ട് തന്നെ ഒരു 7 സവാള അതുപോലെ 6 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ സൈസിലുള്ളതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അത്രയും എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ബിരിയാണിയിലേക്കുള്ള ബീഫ് ഒന്ന് വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 1 കിലോ ബീഫിലോട്ട് ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പും ചേർത്തിട്ടാണ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഈ പുതിയ ബിരിയാണി പോട്ടിലാണ് ബിരിയാണി ആക്കാൻ വേണ്ടി പോണത്. ഇതിലെ ഫസ്റ്റ് കുക്കിംഗ് ആണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് ഖത്തറിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ഖത്തറിന്ന് പറയാൻ എന്നെ ഒരു പേടിയാണ് കേട്ടോ. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ ചിലരെങ്കിലും ചോദിക്കുന്നുണ്ടാവും ഇത് എവിടുന്നാണ് വാങ്ങിച്ചെന്നുള്ളത്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം മിൽമ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്.
ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 6 സവാള കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു സവാള കട്ട് ചെയ്തത് ഞാൻ ലാസ്റ്റ് നമ്മൾ ബിരിയാണിയുടെ മുകളിൽ ഫ്രൈ ചെയ്തിടൂലേ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്കുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയൊന്ന് ചതച്ചെടുക്കുക. അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ 5 എടുത്തിട്ടുണ്ട്. പിന്നെ മീഡിയം സൈസിലുള്ള ഇഞ്ചി, അതുപോലെ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ ഞാൻ 2 പടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വലിയ ജീരകം, അതായത് വളരെ കുറച്ച് വലിയ ജീരകം ചേർത്താൽ മതി കേട്ടോ, കൂടുതൽ ചേർക്കണ്ട. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മൾ ബിരിയാണിയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുമ്പോൾ നല്ലോണം അരഞ്ഞു പോവരുത്. അരഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മസാലേൻ്റെ ടേസ്റ്റിലും വ്യത്യാസം വരും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു സവാള ഞാൻ ഇതുപോലെ വളരെ തിന്നായി കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്ത് കോരാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാൻ ഞാൻ സവാള വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ സവാള എണ്ണയിൽ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുക. തക്കാളിയും ഇതുപോലെ തന്നെ നന്നായിട്ട് വഴന്ന് ഉടഞ്ഞ് വരണം കേട്ടോ. ആ ഒരു ടൈം വരെ നമുക്കിത് മൂടി വെച്ചിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ ബിരിയാണിയിലേക്കുള്ള അരി ഒന്ന് അളന്നെടുക്കുക. അപ്പോൾ ഞാനിവിടെ ജീരകശാല റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബിരിയാണി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ല ബ്രാൻഡിൻ്റെ അരി ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല അരി വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കപ്പിന് 3.5 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതായത് 1 കിലോ അരിന്ന് 1 കിലോ അരി എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു കപ്പിന് 4.5 കപ്പോളം അരി ഉണ്ടാവണം. അതിൽ നിന്ന് 3.5 കപ്പ് അരി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി ജസ്റ്റ് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കാം. എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ ബിരിയാണി വെക്കേണ്ട സാഹചര്യങ്ങളിലൊക്കെ ഞാൻ ഉമ്മാനെയാണ് കേട്ടോ ആക്കാറ്. കാരണം എൻ്റെ ഒരു തോന്നലായിരുന്നു ഞാൻ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രക്ക് ടേസ്റ്റ് കിട്ടൂല എന്നുള്ളത്. ഇന്നിപ്പോൾ ഞാൻ എന്താണെങ്കിലും എൻ്റെ അറിവ് വെച്ചിട്ട് മാക്സിമം നല്ല രീതിയിൽ എങ്ങനെയാണ് ബിരിയാണി തയ്യാറാക്കാൻ പറ്റുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു റെസിപ്പി സക്സസ് ആയാൽ, അതായത് നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയാൽ മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബിരിയാണി കഴിച്ചവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യണത്. സാധാരണ ഞാൻ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിയൊക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാറ്. ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും പല രീതിയിലൊക്കെയാണ് ആവാറ്. ഞാൻ പറയലുണ്ട് വീഡിയോയിൽ. എനിക്ക് എന്ത് തെറ്റ് പറ്റിയാലും ഞാനത് നിങ്ങളടുത്ത് പറയാറുണ്ട് കേട്ടോ. എന്തെങ്കിലും തെറ്റ് വന്നിട്ട് അത് മറിച്ച് വെക്കാറൊന്നുമില്ല. എനിക്ക് ശരിയായാൽ തന്നെ ഞാൻ ശരിയായി എന്ന് പറയുള്ളൂ. ശരിയാവാത്തതൊക്കെ ഞാൻ അതേപോലെ കാണിച്ചിട്ട് ശരിയായിട്ടില്ല എന്ന് തന്നെ പറയും. കാരണം ഞാനും നിങ്ങളെപ്പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ. എനിക്കങ്ങനെ വലിയ കുക്കിങ്ങിൽ ഞാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ല. തെറ്റുകൾ പറ്റിയാൽ അത് ഞാൻ നിങ്ങളടുത്ത് തുറന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ബിരിയാണിയിലേക്കുള്ള റൈസ് ഞാൻ ഇതുപോലെ നമ്മൾ നെയ്ച്ചോറ് തയ്യാറാക്കൂലേ, കുക്കറിൽ വെള്ളം വറ്റിച്ചെടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ ആക്കണത്. ഈ ഒരു രീതിയിൽ നമ്മൾ ചോറ് കുക്കറിൽ വെള്ളം വറ്റിച്ചെടുക്കുമ്പോൾ ജീരകശാല റൈസിൻ്റെ ആ ഒരു മണവും രുചിയും കറക്റ്റ് ആ ഒരു ചോറിൽ കിട്ടും. അങ്ങനെ ബിരിയാണി മസാലയിലേക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ അവിടെ എണ്ണയിൽ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ആ ഒരു പച്ചച്ചോ ഉണ്ടല്ലോ അതൊന്ന് മാറി വരുന്ന വരെ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ ഈ ഒരു നെയ്ച്ചോറ് റെഡിയാക്കുന്ന റെസിപ്പി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മൾ സാധാരണ കുക്കറിലോട്ട് സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ ചേർത്തിട്ട് അതിലോട്ട് ഏലക്ക, പട്ട, ഗ്രാമ്പു, ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ അരിയിലുള്ള വെള്ളം ഉണ്ടല്ലോ അതൊന്ന് വറ്റി വരുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഈ ഒരു റൈസ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് നമ്മളിവിടെ 3.5 ഗ്ലാസ് അരിക്ക് 5.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ള അരി ആയതുകൊണ്ടാണ് കേട്ടോ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് ഒരു 1.25 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് 1 ഗ്ലാസ് ഈ ഒരു നമ്മൾ ബീഫ് വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു സ്റ്റോക്ക് അതിൽ നിന്ന് 1 ഗ്ലാസോളം, 1 ഗ്ലാസ് ഇല്ല 1/4 ഗ്ലാസോളം ഞാൻ ഈ ഒരു റൈസിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ആ ഒരു ചോറിലും ബീഫിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടും. ഇനി
ഇതിലേക്ക് ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇവിടെ 5.5 ഗ്ലാസ് വെള്ളത്തിന് പകരമായിട്ട് ഏകദേശം ഒരു 6 ഗ്ലാസ്സോളം, അതായത് ഒരു 5.25 ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അധികമായി പോവില്ല കേട്ടോ, കാരണം നമ്മൾ ഈ ഒരു അരി വറുത്തെടുത്തിട്ടല്ലേ നെയ്ച്ചോറാക്കണത്. അപ്പോൾ 6 ഗ്ലാസ് വെള്ളം വെച്ചാലും അധികമായി പോവില്ല. ഇനി ഈ റൈസ് ഒരൊറ്റ വിസിലടിക്കണ വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഒരു വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. അപ്പോഴേക്കും നമ്മുടെ മസാല ഇവിടെ ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മസാലപ്പൊടികളായിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും ബിരിയാണി മസാലയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കണ മസാലപ്പൊടികളും വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ, കാരണം നമ്മൾ ഈ ഒരു മസാലയിൽ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുക. പിന്നെ മഞ്ഞൾപ്പൊടിയും ഞാൻ ഏകദേശം 1 ടീസ്പൂണാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബിരിയാണി മസാല പലരും പല രീതിയിലായിരിക്കും തയ്യാറാക്കുക. നല്ല കുത്ത് ഫ്ലേവർ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലോട്ട് ഒരല്പം മല്ലിയിലും പുതിനയിലും കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇവയെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ലൊരു പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു നാരങ്ങൻ്റെ മാക്സിമം നീര് ഞാൻ പിഴിഞ്ഞെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ വിനാഗിരിയാണ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാനുള്ളതെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ആ ഒരു ബീഫിലോട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്ത് സെറ്റാക്കി എടുക്കുക. പിന്നെ ഞാൻ ഇതിലോട്ട് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ബിരിയാണി മസാല ഉണ്ടാക്കുമ്പോൾ അതിൽ തൈര് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറ് കേട്ടോ. അപ്പോൾ തൈര് ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പോളം തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് തൈര് ചേർക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ബിരിയാണി മസാല ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബിരിയാണിയിലേക്കുള്ള മസാലയും റൈസും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉള്ളിയും അണ്ടിയും മുന്തിരിയൊക്കെ ഒന്ന് നെയ്യിൽ വറുത്തെടുക്കണം. അപ്പം ഞാൻ നെയ്യും അല്പം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അതിലാണ് കേട്ടോ ഈ ഒരു സവാളയും അതുപോലെ കൂടെ തന്നെ അണ്ടി മുന്തിരി ഒക്കെ കൂടെ ഒന്ന് വറുത്തെടുക്കണത്. ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉൾപ്പെടെ പലരും സ്കിപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ഒരു അണ്ടി മുന്തിരി സവാളൊക്കെ നെയ്യിൽ വറുത്ത് കോരി എടുക്കുക എന്നുള്ളത്. പക്ഷേ ബിരിയാണിക്ക് ബിരിയാണിൻ്റെതായ ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യണം കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ബിരിയാണിയിലേക്ക് സൈഡായിട്ട് കഴിക്കാനുള്ള ഉള്ളിത്തൈര് കൂടെ റെഡിയാക്കുന്നുണ്ട്. ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഞരടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇതിന് കച്ചമ്പറെന്നും റായ്ത്താന്നും ഉള്ളിത്തൈരെന്നും അങ്ങനെ പലതും പറയാറുണ്ട്. ഞങ്ങളിവിടെ ഉള്ളിത്തൈര് എന്നാണ് ഞാൻ പറയാറ്. പാന് ചെരിച്ച് വെച്ചിട്ട് ഉള്ളിയും നെയ്യും കൂടെ ഞാൻ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയിലേക്കുള്ള റൈസ് ഇവിടെ കറക്റ്റ് കുക്കായിട്ടുണ്ട് കേട്ടോ. ഒരൊറ്റ വിസിലിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ എയറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ബിരിയാണിയുടെ റൈസ് കറക്റ്റ് കുക്കായിട്ടുണ്ട്. മസാലയും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് തൈര് ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്നിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ സാധാരണ ബിരിയാണി സെറ്റ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ആദ്യം കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ മല്ലിച്ചപ്പും പുതിനയിലയും കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കാഷ്നട്ടും കിസ്മിസും പിന്നെ അതുപോലെ ആ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലുണ്ടല്ലോ അതിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പക്ഷേ ഞാൻ അതിപ്പോൾ ഒഴിച്ചു കൊടുക്കണില്ല, ഏറ്റവും മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ സെക്കൻഡ് ലെയർ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ആ ഒരു വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും ഒനിയനും പിന്നെ മല്ലിച്ചപ്പും പുതിനയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ആ ഒരു ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലുണ്ടല്ലോ അത് ഞാൻ ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ദം ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയായിരിക്കും. പക്ഷെ ഞാനിപ്പോൾ ഇത് ദം ചെയ്യണില്ല. അതിനിടയ്ക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ അഗാരോൻ്റെ ഒരു നോൺ സ്റ്റിക്ക് പോട്ടാണ്. ഇത് മാത്രമല്ല ഞാൻ അതിൻ്റെ ഒരു സെറ്റ് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കിട്ടിയതിന് ശേഷം ഇൻഷാല്ലാ ഞാൻ കാണിക്കാം കേട്ടോ. നല്ല ചൂടുള്ള ബീഫ് ബിരിയാണിൻ്റെ കൂടെ ഒരു പപ്പടം കാച്ചിയതും കൂടെ ഉണ്ടെങ്കിൽ സംഭവം ഉഷാറായിരിക്കും. അപ്പോൾ ഞാൻ പപ്പടം കൂടെ ഒന്ന് കാച്ചി എടുക്കുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ എൻ്റെ കൂളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്.
ബിരിയാണി പലരും പല വിധത്തിലും തയ്യാറാക്കാറുണ്ട്. ഇത് ഞാൻ എൻ്റേതായ രീതിയിൽ മാക്സിമം നല്ലതായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ട് എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അത്രത്തോളം നന്നാക്കി ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ റിസൾട്ടും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ബീഫ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ കുറച്ച് ടെൻഷൻ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കുമ്പോൾ അതിൽ ഒരുപാട് മസാലപ്പൊടികൾ ആഡ് ചെയ്തിട്ട് നല്ല ആ ഒരു കുത്തലും നല്ല എരിവിലും ചെയ്യണതിന് പകരമായിട്ട് എരിവ് കുറച്ചിട്ട് മസാലപ്പൊടികളുടെ അളവൊക്കെ ഒന്ന് കുറച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിരിയാണി നമുക്ക് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കും കേട്ടോ. അതായത് ഒട്ടും മടുപ്പ് തോന്നൂല. ഞാനൊക്കെ എപ്പോഴും ബിരിയാണി എന്നല്ല എന്തുണ്ടാക്കുമ്പോഴും എനിക്ക് എപ്പോഴും എരിവ് കൂടി പോകും. എനിക്ക് പൊതുവെ എരിവും പുളിയൊക്കെ നല്ലോണം വേണ്ട ആളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എന്തുണ്ടാക്കുമ്പോഴും എത്ര എരിവ് കുറക്കണമെന്ന് വിചാരിച്ചാലും അത് എന്താ പറയുക ഇട്ട് വരുമ്പോൾ പിന്നെ എരിവ് കൂടിപ്പോവും. ഇപ്പം ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ ഈ മസാലപ്പൊടികൾ അധികം കഴിക്കുന്നത് നമ്മളെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. അങ്ങനെ ഇതാ എല്ലാം റെഡിയാക്കി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇക്ക ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ആൾ ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് കൊടുക്കുമ്പോൾ ഫസ്റ്റ് അവരത് എടുത്ത് വായിൽ വെക്കുമ്പോഴുള്ള മുഖത്തെ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു, റാഹത്തായി. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് ഇക്കാൻ്റെ അനിയനും മോളും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്കും ബിരിയാണി കൊടുത്തു. അങ്ങനെ ഇതാ വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ മക്കൾ സ്കൂളൊക്കെ വിട്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവക്കുട്ടിക്ക് അവളുടെ അപ്പച്ചിൻ്റെ അടുത്ത് ആരും ഇരിക്കണത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ആനക്കുട്ടി അവളെ ദേഷ്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇത് എൻ്റെ ഉപ്പച്ചാന്നും പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് പോയി ഇരിക്കും. അത് കണ്ട ഇവക്കുട്ടി ഒരടിച്ചു വിടും കേട്ടോ. നൈശുകുട്ടി പിന്നെ കാരായിട്ടിരുന്ന് ഉപ്പച്ചിൻ്റെ അടുത്ത് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. കൂട്ടത്തിൽ അവൾക്ക് അന്ന് എടുത്തിട്ടുള്ള പാഠഭാഗങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. കുട്ടികളെല്ലാവരും പാടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര രസമാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മളെ ഇവക്കുട്ടി ആളിപ്പോൾ ഭയങ്കര പോക്കിരിയാണ് കേട്ടോ. ഓളപ്പച്ചിൻ്റെ അടുത്തൊക്കെ ആരും എടുക്കാൻ പറ്റൂല. ഓളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അനു ആണെങ്കിലും നൈഷ ആണെങ്കിലും ഒക്കെ അവൻ്റെ അടുത്ത് പോയി ഇരിക്കും കേട്ടോ. അത് കണ്ട അവരുടെ മുഖം പിച്ചി പറിച്ചെടുക്കും ഇവ. നൈഷുകുട്ടി അവൻ്റെ മടിയിലിരുന്നപ്പോൾ ഇവൻ്റെ ദേഷ്യമാണ് കേട്ടോ. അത് അവൾ നേരെ പോയിട്ട് മുഖത്താണ് ആക്രമിക്കുക. എപ്പോഴും നൈഷു ഇവയും കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ മുഖത്ത് ചെറിയൊരു പാടാക്കാണ്ട് ഒരു പിരിയില്ല. ഇവക്കുട്ടിനെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ നടന്നിട്ട് കരയിപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ വൈകിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ കുട്ടികളെയും കൂട്ടിയിട്ട് കൊടുകുത്തി മലമക്ക് പോവല്ലേ എന്ന് പ്ലാൻ ഇട്ടിട്ട് ഇവക്കുട്ടി ഉപ്പച്ചിയും വീട്ടിലുള്ളവരൊക്കെ കൂട്ടി വരാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോഴാണ് ഭയങ്കര മഴ, നിൽക്കാത്ത മഴ. അപ്പോൾ പിന്നെ അവർ വന്നില്ല. പക്ഷേ ഇവിടെ കുട്ടികളുടെ അടുത്ത് കൊടുകുത്തി മലമക്ക് പോവാന്ന് പറഞ്ഞതല്ലേ, അവർക്ക് പിന്നെ അവിടേക്ക് പോയേ തീരൂ. അങ്ങനെ വാശി പിടിച്ചപ്പോൾ ഇക്കതാ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അവിടെ വരെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. കൊടുകുത്തി മല എന്ന് പറയുമ്പോൾ അത് നമ്മൾ അടുത്ത് തന്നെയാണ് കേട്ടോ. ഒരുപാട് വൈകി ഇറങ്ങിയതുകൊണ്ട് തന്നെ മലയൊക്കെ കയറി അവിടെ എത്തിയപ്പോഴേക്കും നേരെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഉള്ള കടകളിൽ നിന്ന് കുറേ ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അവിടുത്തെ കാടമുട്ട റോസ്റ്റ് ഉണ്ടല്ലോ, അത് ഞങ്ങളെ ഫേവറേറ്റ് ആണ് കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ കുറച്ച് സമയം നിന്ന് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു.